ആരാ നോക്കുമോളെ. അമ്മയും മോളിവിടെ പ്രതീക്ഷിച്ചില്ല അല്ലേ? എന്തൊക്കെയുണ്ട് ശാരദേച്ചി? ദിവസം എത്രയായെന്നറിയോ? ഞാൻ ഇങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിട്ട് സമയം കിട്ടണ്ടേ? ഇന്ന ഇത്തിരി സമയം കിട്ടിയത്, നേരെ ഇങ്ങ് പോന്നു. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അങ്ങനെ പ്രത്യേകിച്ച് കാര്യം വല്ലത് വേണോ? എനിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാൻ പാടില്ലേ? എന്താ മതിയായില്ലേ എന്റെ മോളെ കണ്ണീര് കുടിപ്പിച്ചത്? എന്തൊക്കെ കുറ്റങ്ങളാ ഇനി എന്റെ മോളെ തലയെ വെച്ച് കെട്ടാനുള്ളത്? എന്താ ശാരദേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെ സംസാരിക്കണം? നിങ്ങൾ ചെയ്തതല്ല ശരിയാണെന്ന് സമ്മതിക്കണോ? കുറച്ചൊക്കെ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തും പറ്റിപ്പോയി. എന്റെ മോന്റെ വിവരക്കേടുകൊണ്ട് പറ്റിയതാ. പിന്നെ കുറെയൊക്കെ കല്യാണിമോളുടെ തെറ്റിദ്ധാരണയും. അതൊക്കെ നേരിട്ട് ഇവിടെ വന്ന് തീർത്തില്ലെങ്കിൽ എനിക്കൊരു മനസമാധാനക്കേടാ. അതാ ഞാൻ വന്നത്. എന്ത് ചെയ്തിട്ടായാലും വേണ്ടില്ല, തെറ്റിദ്ധാരണകളെല്ലാം മാറി ഇനിയുള്ള കാലം എല്ലാരും കൂടെ ഒരുമിച്ച് പോണെന്നാ എന്റെ മനസ്സില്. മോക്കറിയാലോ അവന്റെ സ്വഭാവം. ചില നേരത്ത് തനി വിവരക്കേടെ അവൻ പറയും പ്രവർത്തിക്കുകയും ചെയ്യുള്ളൂ. പെറ്റ തള്ളയായതുകൊണ്ട് ചിലതിനൊക്കെ ഞാനും കൂട്ടുമെന്നുള്ള നേരാ. അതൊക്കെ തെറ്റായിപ്പോയെന്ന് പിന്നീടാ മോളെ അമ്മയ്ക്ക് മനസ്സിലായത്. ദിവസം എത്രയെന്നറിയോ ഒരുപോലെ കണ്ണടച്ചിട്ട്. ഗർഭിണിയായ എന്റെ മോളെ അവിടുന്ന് ഇറക്കി വിടാൻ ഞാനും അവന് കൂട്ടുവന്നല്ലോ എന്ന് ഓർക്കുമ്പോ മോളെ അമ്മയോട് ക്ഷമിക്കണം. ഞാനും എന്റെ മക്കളും ചെയ്ത എല്ലാ തെറ്റുകൾക്കും മോള് ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇനിയൊരു തെറ്റും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല മോളെ. ക്ഷമിക്കും ഞങ്ങളോട്. അയ്യോ, മോളെ കരയാണോ? കരയില്ല മോളെ. എന്റെ മോളെ അമ്മ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം ക്ഷമിച്ചു എന്ന് പറയാതെ അമ്മ ഇവിടുന്ന് പോവില്ല. കരയില്ല മോളെ. എല്ലാം മറന്ന് മോൾ എന്റെ കൂടെ വീട്ടിലേക്ക് വരണമെന്ന് പറയാനാ അമ്മ ഇപ്പൊ വന്നത്. പക്ഷേ ശാരദേച്ചിക്ക് അറിയോ,
കല്യാണ മോളെ പിടിച്ചോണ്ട് പോവാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങളിപ്പോ. നാളെ നമ്മുടെ വീട് ജപ്തി ചെയ്തോണ്ട് പോകാം മോളെ. ആ വീടും പറമ്പും പണയം വെച്ച സുശീലയുടെ കല്യാണം നടത്തിയത്. ആദ്യം കുറച്ച് പൈസ തിരിച്ചടച്ചതല്ലാതെ പിന്നെ ആ വഴിക്ക് സുഖം തിരിഞ്ഞു നോക്കിയിട്ടില്ല. പലിശയും പലിശയുടെ പലിശയായിട്ട് നല്ലൊരു തുകയായിട്ടുണ്ട് ഇപ്പോ. ഇവിടുന്ന് എടുത്ത് അടയ്ക്കാനാ. നാളെ അവര് എല്ലാം ജപ്തി ചെയ്തോണ്ട് പോകുമെന്ന്. പെരുവഴിയിൽ ഇറങ്ങേണ്ട ഒരു ശാരദച്ചി, ഞാനും എന്റെ പിള്ളേരും. അവന്റെ കാര്യം പോട്ടെ, അവനൊരാണ. പക്ഷെ എന്റെ പെൺമക്കളെ ഞാൻ എന്ത് ചെയ്യും ചേച്ചി? തനിച്ചായിരുന്നെങ്കിൽ തെരുവിലോട്ട് തന്നെ ഇറങ്ങായിരുന്നു. ഇതിപ്പോ അത് പറ്റുമോ? ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ വഴിയുള്ളൂ, ഞങ്ങളങ്ങ് ചാവണം. ഇത് അതിനുവേണ്ടി വാങ്ങിച്ചാ ഞാൻ ഈ വിഷം. ഇത് കഴിച്ച് ഞാൻ എന്റെ പിള്ളേരങ്ങ് ചത്തോളാം. അല്ലാതെ പിന്നെ എന്താ? വെറുതെ വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാന്? അങ്ങേരി പോയ പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ മക്കളെ വളർത്തിയത്. അവരെ പെരുവഴിയിൽ ഇറക്കുക പറഞ്ഞ അതിലും ഭേദമല്ല ചാവുന്നത്. സുഖം എന്താ പറയുന്നേ? അവൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ തന്നെ അവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നിസ്സാര തുകയാണ് അടയ്ക്കാനുള്ളത്. പിന്നെ അടയ്ക്കാനൊക്കെ പറ്റും. മോളൊന്ന് മനസ്സ് വെച്ച നാളത്തെ ജപ്തി ഒഴിവാക്കാം. മോളുടെയും സുഖുന്റെയും പേരില് കുറച്ച് പണം കിടപ്പില്ലേ ബാങ്കില്? അത് എടുക്കാനൊന്നും പറ്റില്ല എന്നറിയാം. പക്ഷേ അതിന്റെ ഉറപ്പില് ബാങ്കിൽ നിന്ന് ഒരു ലോണൊക്കെ ശരിയാക്കാം. അതിന് മോളിതാ ഇതാ, ഇതിലൊന്ന് ഒപ്പിട്ട് തന്നാ മതി. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഒന്ന് ഒപ്പിട്ട് താ മോളെ. അമ്മയുടെ നിന്റെ നാത്തുമാരുടെയും ജീവിതത്തിന്റെ പ്രശ്നമല്ലേ? അല്ല, അതിപ്പോ മാഷ് വരാതൊന്നും പറയാൻ പറ്റില്ല. മാഷിനോട് ചോദിക്കാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്താ അത് ശരിയാവില്ല. അല്ല, ഇതിപ്പോ ചെറിയൊരു ലോണിന്റെ കാര്യല്ലേ? അതിനിപ്പോ മാഷ് എന്തിനായാലും മാഷ് വരട്ടെ. മാഷ് എപ്പോ വരും? വൈകിട്ടേ വരൂ. ഞങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാ. ദേവുവിന്റെ പഠിപ്പിന് ഇവിടെയും കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഓടി നടക്കുക മാഷ്. അയ്യോ, വൈകുന്നേരം ഒന്നും ശരിയാവില്ല. ഇന്ന് 12 മണിക്ക് മുമ്പ് ബാങ്കിൽ കാശ് അടച്ചില്ലെങ്കിൽ നാളെ ജപ്തി ഉറപ്പാ. കാര്യം പറഞ്ഞ മാഷിന് മനസ്സിലാവില്ലേ? ഇങ്ങനൊരവസ്ഥയില് മാഷ് എതിർക്കുമെന്ന് എനിക്ക് തോന്നണില്ല. മോളിതാ ഇതിലൊരു ഒപ്പിട്ട് തന്നാ ബാക്കിയെല്ലാം ശരിയാക്കി വെച്ചിരിക്കുക. ഇതേ സുഖം ഒപ്പിട്ടിട്ടുണ്ട്. അല്ല സരസ്വതി, അത് ചേച്ചി, ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയ മാത്രം മതി. ഞാനും മക്കളും പെരുവഴിയിൽ ഇറങ്ങുന്നത് കണ്ടു നിൽക്കാനുള്ള മനസ്സൊന്നും കല്യാണിമോക്കില്ലെന്ന് അമ്മയ്ക്കറിയാം. അതല്ല, ഇനി ഞങ്ങൾ ചെയ്തതിനല്ല ഇപ്പോഴാ പകരം വിട്ടാൻ തോന്നുന്നെങ്കിൽ പിന്നെ എനിക്കും എന്റെ മക്കൾക്കും ഇതാ ഈ വിഷക്കുപ്പി തന്നെ ശരണം. എവിടെയാ ഒപ്പിടേണ്ടത്? അത് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ ശാരദേച്ചി, എനിക്കറിയാം കല്യാണിമോളുടെ മനസ്സ്. നല്ല പൂ പോലത്തെ മനസ്സാ മോളുടേത്. കോടി പുണ്യം കിട്ടും എന്റെ മോക്ക്. ഞാനിപ്പോ തന്നെ ബാങ്കിലോട്ട് പോവാ.
മാഷ വരുമ്പോ ശാരദച്ചി പറഞ്ഞാ മതി. മോള് വിഷമിക്കണ്ട, സുഖുവിന്റെ മനസ്സ് ഞാൻ മാറ്റിയെടുത്തോളാം. അവൻ വരും ഇവിടെ. ഇവിടെ വന്ന് അവൻ മോളെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. ഞാൻ കൂടെ വരുമെന്ന് കരുതി ആരും ഇവിടെ വരണ്ട. ഞാൻ വരില്ല. ഈ പറയുന്നതേ ഉള്ളൂ, ഒരു പാവ. എല്ലാം താനെ ശരിയാവും. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ഇന്നെന്നാ സമയത്തിന് ബാങ്കിലെത്താൻ പറ്റില്ല. വരട്ടെ. പണിയാ മോളെ കാണിച്ചത്? അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് മതിയായിരുന്നില്ലേ ഈ ഒപ്പിട്ട് കൊടുക്കല്? ഒരു സമ്പാദ്യം എന്ന് പറയാൻ മോളുടെ പേരിൽ അതേ ഉള്ളൂ. ഇപ്പൊ അതും ഇല്ലാതാവുന്ന ലക്ഷണമാ കാണുന്നേ. പോട്ടെ, കൊണ്ടുപോട്ടെ. ഇനിയിപ്പോ അതായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നേ? അല്ലേലും ആ പണം ഇനി നമുക്ക് വേണ്ട. ശാരദേ, അച്ഛൻ വന്നു. എന്താ മാഷേ, പോയ കാര്യം ശരിയായോ? 2 ദിവസം കഴിഞ്ഞാലേ അറിയാൻ പറ്റൂ. സുഖുവിന്റെ അമ്മ ഇവിടുന്ന് അങ്ങ് പോകുന്ന കണ്ടല്ലോ. എന്തിനാ അവര് വന്നേ? അത് മോളെ കൊണ്ട് ഒരു ഒപ്പിടിക്കാൻ വന്നതാ. ഒപ്പിടിക്കാനോ? എന്തിന്? അല്ല, അവരുടെ വീടും പറമ്പും പണയം വെച്ച് കുറച്ച് പൈസ ബാങ്കിൽ നിന്ന് എടുത്തിരുന്നു. അത് തിരിച്ചടയ്ക്കാഞ്ഞിട്ട് ഇപ്പൊ ജപ്തി നോട്ടീസ് വന്നിരിക്കത്രേ. അതിന്? മോളുടെ സുഖുവിന്റെ പേരില് കുറച്ച് പണം ബാങ്കിലുണ്ടല്ലോ, അത് വെച്ച് ഒരു ലോൺ എടുക്കാനാണെന്നാ പറഞ്ഞേ. എന്നിട്ട് മോളെ ഒപ്പിട്ട് കൊടുത്തോ? എടുത്തോട്ടെ അച്ഛാ, അത് മുഴുവനും എടുത്തോട്ടെ. ഞാനത് കൊടുത്തത് തന്നെയാ. നമുക്ക് ആ പണവും വേണ്ട, അവരുടെ സ്നേഹവും വേണ്ട. കൊണ്ടുപോയി നന്നാവട്ടെ. എന്താ മായി, കിട്ടിയോ? പിന്നെ കിട്ടാതെ കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഉദ്ദേശിച്ച കാര്യം നടന്നു ഭദ്ര. സത്യം പറഞ്ഞ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ സരസ്വതി ഇത്രയും ഭംഗിയായിട്ട് അഭിനയിച്ചത്. നിസ്സാര സമയം കൊണ്ടല്ലേ ഞാൻ ആ തള്ളേമോളെ കയ്യിലെടുത്തത്. ഒടുവിൽ വിഷക്കുപ്പി പ്രയോഗം കൂടി ആയപ്പോ രണ്ടും ശരിക്കും അങ്ങോട്ട് വീണു. പിന്നെ പുല്ലുപോലല്ലേ അവൾ ഒപ്പിട്ട് തന്നത്. എന്നാലും നിന്റെ ഒരു ബുദ്ധി ഞാൻ സമ്മതിച്ചു ഭദ്ര. ഇങ്ങനെ ഒരു മാർഗം ഉപദേശിച്ചു തരാൻ മാത്രം നിനക്ക് മിടുക്കുണ്ടാവൂന്ന് ഞാൻ കരുതിയില്ല. ഇതൊന്നും എന്റെ മാത്രം കഴിവല്ല അമ്മായി. പറയാൻ കുറെ ഡയലോഗും കയ്യിലൊരു വിഷക്കുപ്പിയും തന്ന് വിട്ടപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മായി പണമായിട്ടേ വരുത്തോളന്ന്. ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ ഞാൻ അമ്മായിയെ. ഏതായാലും അഭിനയിച്ചത് അമ്മായി ആണെങ്കിലും തലപകച്ച ഞാനല്ലേ. അപ്പൊ പിന്നെ ഈ പണം കുറച്ചു നേരം എന്റെ കൈ ഇരിക്കട്ടെ. വേറൊന്നുമല്ല, ഒരു കൊതി. അതിനെന്താ, ഇരുന്നോട്ടെ. എന്തിനാ കുറച്ചു നേരം ആക്കുന്നേ? നിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നീ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ അടച്ചാ മതി. അല്ലെങ്കിൽ വേണ്ട, ബാങ്കിൽ പോകുമ്പോ ഞാനോട് വരാം. എന്തിനാ അമ്മായി കൂടെ കഷ്ടപ്പെടുന്നേ? ഞാനങ്ങ് പൊയ്ക്കോളാം. ഓ, അവിടം വരെ വരുന്നതിൽ എനിക്കൊരു കഷ്ടപ്പാടുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാ. അതുകൊണ്ട് എന്റെ ആ കഷ്ടപ്പാട് തീർക്കാൻ ഈ പണം ഞാൻ ബാങ്കിൽ അടയ്ക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു.
കയ്യിലൊരു വിഷക്കുപ്പിയും തന്ന് വിട്ടപ്പോഴേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അമ്മായി പണമായിട്ടേ വരുത്തോളന്ന്. ഇന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ ഞാൻ അമ്മായിയെ. ഏതായാലും അഭിനയിച്ചത് അമ്മായി ആണെങ്കിലും തലപകച്ച ഞാനല്ലേ. അപ്പൊ പിന്നെ ഈ പണം കുറച്ചു നേരം എന്റെ കൈ ഇരിക്കട്ടെ. വേറൊന്നുമല്ല, ഒരു കൊതി. അതിനെന്താ, ഇരുന്നോട്ടെ. എന്തിനാ കുറച്ചു നേരം ആക്കുന്നേ? നിന്റെ കൈ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നീ തന്നെ കൊണ്ടുപോയി ബാങ്കിൽ അടച്ചാ മതി. അല്ലെങ്കിൽ വേണ്ട, ബാങ്കിൽ പോകുമ്പോ ഞാനോട് വരാം. എന്തിനാ അമ്മായി കൂടെ കഷ്ടപ്പെടുന്നേ? ഞാനങ്ങ് വയ്ക്കോളാം. ഓ, അവിടം വരെ വരുന്നതിൽ എനിക്കൊരു കഷ്ടപ്പാടുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടാ. അതുകൊണ്ട് എന്റെ ആ കഷ്ടപ്പാട് തീർക്കാൻ ഈ പണം ഞാൻ ബാങ്കിൽ അടയ്ക്കുന്നില്ല എന്നങ്ങ് തീരുമാനിക്കുക. എന്താ ഭദ്ര നീ പറയുന്നത്? ഇതിനായിരുന്നു ബാങ്കിൽ നിന്ന് കാശ് കൊടുത്ത് നീ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? എന്തേ, അമ്മായിക്ക് മനസ്സിലായില്ലേ? ഇത് എനിക്ക് അവകാശപ്പെട്ട കാശാ. ഭദ്ര നീ... അതെ, ഭദ്രൻ തന്നെ. വിഷമമൊന്നും തോന്നരുത്. നാള് കുറെ ആയില്ലേ അമ്മായി ഞാൻ ഈ കാശിന് വേണ്ടി പടി കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. ഇപ്പോ ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ട് ഇതെന്റെ കൈ വെച്ച് തന്നിരിക്കുക. ഇതങ്ങ് വേണ്ടാന്ന് വെച്ചാ ഞാനാവും ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് എടുക്കുക. ചതിയാടാ നീ കാണിക്കുന്നേ. ഈ കുടുംബത്തോട് ചെയ്യുന്ന കൊടും ചതി. ഞാനും എന്റെ മക്കളും തെരുവിൽ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയാടാ നാണം കെട്ടു ഈ പണം ഞാൻ ഉണ്ടാക്കിയത്. അത് നീ അങ്ങ് എടുത്ത ഈശ്വരൻ പോലും നിന്നോട് പൊറുക്കില്ല. പൊറുക്കണ്ട. ഇന്ന് തരാം നാളെ തരാന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ ചതിക്കാൻ നോക്കിയിട്ട് നാള് പറയാല്ലേ. ആ ചതി ഈശ്വരൻ പൊറുക്കുമെങ്കിൽ ഇതും അങ്ങനെ അങ്ങ് പൊറുത്തോളും. പിന്നെ അളിയൻ വരുമ്പോ പറഞ്ഞേരെ പണം ഞാൻ അങ്ങ് കൊണ്ടുപോയെന്ന്. അളിയൻ ഇനി എന്റെ കടം വീട്ടില്ല എന്നുള്ള മനസ്സമാധാന കുറവ് വേണ്ട കേട്ടാ. പൈസ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങള് വഴിയാധാരം ആക്കരുത്. ഞാനും എന്റെ മക്കളും നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഭദ്ര, ആ കാശിങ്ങിതാടാ. നിന്റെ കട ഞങ്ങൾ എന്നായാലും വീട്ടിക്കോളാം. വേണ്ട, കരയണ്ട. നിങ്ങളുടെ മോൻ എന്റെ മുഖത്തടിച്ച് ഈ വാതില് കൊട്ടിയടച്ചപ്പോ ഞാൻ അതും കൊണ്ടങ്ങ് പോയേക്കൊന്ന് കരുതിയോ? അന്നേ ഞാൻ ഉറപ്പിച്ചതാ കാശും കൊണ്ടേ പടിയിറങ്ങത്തോളന്ന്. അപ്പൊ ഞാനങ്ങോട്ട് ഇറങ്ങാ. നീ നശിച്ചു പോകൂടാ. ഞങ്ങളോട് ചെയ്ത ഈ ചതിക്കും നീ കാലപ്പാമ്പ് കുത്തി ചാവും. ചാവൂടാ. പ്രായിക്കോ. പക്ഷെ ഏക്കുന്നതേ എനിക്ക് മാത്രമല്ല നിങ്ങളുടെ മോക്കൂടി ആയിരിക്കും. അത് മറക്കണ്ട. ചതിച്ചല്ലോ എന്റെ ഈശ്വര.